മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടി കർഷകൻ. കാട്ടാനശല്യം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി കർഷകൻ രംഗത്തെത്തി. പ്രദേശവാസിയായ രമേശ് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ സമരത്തിനൊരുങ്ങുകയാണ്. രമേശിന്റെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു മാസക്കാലമായിട്ടും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് പരാതി. മറയൂരിൽ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ കർഷകൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. കാട്ടാനശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ലെന്നാണ് പ്രദേശവാസിയായ രമേശിന്റെ പരാതി. വീട്ടിലെ രോഗികളായ മാതാപിതാക്കളുമായി വനംവകുപ്പ് ഓഫീസിലെത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനം. കാന്തല്ലൂർ തലച്ചോറുകടവിലെ കർഷകനായ രമേശിനാണ് ദുരവസ്ഥ. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിരന്തരമായി കാട്ടാനക്കൂട്ടമിറങ്ങി രമേശിന്റെ കൃഷിവിളകൾ കൂട്ടത്തോടെ നശിപ്പിച്ചു. വനംവകുപ്പിൽ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് രമേശ് പറയുന്നു. എന്നും ഈ ആനയെ ഓടിച്ച പിന്നീട് 3-4 ദിവസം മൂന്നാന ഇവിടെ തന്നെയാണ് സ്ഥിരം. ഇന്നലെ രാത്രിയെല്ലാം ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇവിടുത്തെ ഒരു ഏക്കറോളം വാഴ, ഏല കൃഷി, ഏലം എല്ലാം ഒന്നുമില്ലാതെ നശിപ്പിച്ചിട്ടേക്കാണ്. ഞങ്ങളുടെ ഉപജീവനം തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. വേറെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ മിനിങ്ങാന്ന് ഞാൻ റേഞ്ചറെ വിളിച്ചിരുന്നു. ഇതുപോലെ ആന വന്ന് ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പുള്ളി റേഞ്ചർ പറയണം, ഞങ്ങളതിനെ എന്ത് ചെയ്യാനാ, നിങ്ങൾ വേണമെങ്കിൽ അക്ഷയ ചെന്ന് അപേക്ഷ കൊടുക്കും, അതല്ല ഞങ്ങൾക്ക് വേറെ ഒരു ചെയ്യാനൊന്നും ഇല്ല എന്നാണ് റേഞ്ചറുടെ ഇത്. അപ്പോൾ ഞങ്ങളിത് എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. വ്യാപകമായി കൃഷിവിളകൾ നശിപ്പിച്ചിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരമറിയിച്ചപ്പോൾ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് രമേശ് പറയുന്നു. സമീപത്തെ വെളുത്തുള്ളി, പച്ചക്കറി കൃഷിയിടങ്ങളിലും കാട്ടാന വ്യാപക നാശം വരുത്തിയിട്ടുണ്ട്. 10 ദിവസം മുമ്പ് ഒറ്റ ദിവസം കൊണ്ട് കാട്ടാനകളെല്ലാം കാടുകയറ്റുമെന്ന ദൗത്യത്തോടെ കർഷകർ, പഞ്ചായത്ത്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള 80 പേരടങ്ങുന്ന സംഘം രൂപീകരിച്ചിരുന്നു. ഇതിൽ 5 ആനകളെ തുരത്തി കാടുകയറ്റിയെങ്കിലും വീണ്ടും വനത്തിൽ നിന്ന് തിരികെ കൃഷിയിടങ്ങളിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതേസമയം കാട്ടാനകളെ തുരത്താനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കാന്തല്ലൂർ റേഞ്ച് ഓഫീസർ ടി രഘുലാൽ അറിയിച്ചു. DFOയുമായി ആലോചിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മറയൂർ.